Hãy subscribe cho kênh Ghiền Mì Gõ để không bỏ lỡ
എൻ്റെ ഓൺലൈൻ സ്റ്റുഡൻസ് ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. ഈ അമ്മമാരെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം എത്ര റെസ്പോൺസിബിലിറ്റീസ് അത് നടത്തിയിട്ടാണ് കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് നിരന്തരം എല്ലാ ദിവസവും അതുപോലെ വീട്ടിൽ വന്ന് ഇവരെല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്ത് ആണ് ഇന്ന് അമ്പി ബിജു 13 വർഷമായിട്ട് ഇവരുടെ കുട്ടി പഠിക്കുന്നുണ്ട്. അമ്പി സുമതി ടീച്ചറുടെ കലാമണ്ഡലം സുമതി ടീച്ചറുടെ ശിഷ്യയായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കുച്ചിപ്പുടി മാത്രമാണ് അഭ്യസിക്കുന്നത്. എൻ്റെ 13 വർഷമായിട്ട് എൻ്റെ സന്തത സഹചര്യമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. രേവതി കുറേയധികം വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഇരിക്കുന്നു. രേവതി സെമി ക്ലാസിക്കലൊക്കെ ആശാശരത്തിൻ്റെ ടീമിലൊക്കെ ചെയ്യുന്ന ആളാണ്. സുമതി ടീച്ചറുടെ സ്റ്റുഡൻ്റാണ്. ഒരുപാട് ഇവരുടെയൊക്കെ ജോലികളെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് കുറേ കാലമായി നൃത്തത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി അവർ പരിശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത അഞ്ജു എൻ്റെ ഓൺലൈൻ സ്റ്റുഡൻ്റാണ്. അഞ്ജു ദുബായിൽ നിന്നാണ് ജോയിൻ ചെയ്യാറുള്ളത്. 3-4 വർഷമായി ഓൺലൈനിൽ പാൻഡമിക് തുടങ്ങിയതാണ്. ഓൺലൈനിൽ അഞ്ജുവും ഈ പറഞ്ഞ ചെറിയ കുഞ്ഞുങ്ങളെ ഭർത്താവിനെ എൻ്റെ ദുബായിലിട്ടിട്ട് 2 ആഴ്ചയായിട്ട് എൻ്റെ കൂടെ വന്ന് താമസിക്കുകയാണ്. അഞ്ജു ഫ്രം ദുബായ്. ക്രിസ്മസ് ഡാനിഷ് കലാക്ഷേത്ര അലൂമിനിയാണ്. ക്രിസ്മത്ത് എനിക്ക് തോന്നുന്നു പാർവതി സച്ചിൻ. പാർവതി എൻ്റെ ഓൺലൈൻ സ്റ്റുഡൻ്റാണ്. തിരുവനന്തപുരംകാരിയാണ്. കലാക്ഷേത്ര അലൂമിനിയാണ്. പാർവതി തിരുവനന്തപുരത്ത് പോവും. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ വരും, വൈകുന്നേരം ക്ലാസ്സിന് വേണ്ടി പോകും. അങ്ങനെയൊക്കെ ആണ് നമ്മുടെ ഈ ഗാന ചന്ദ്രൻ. അതായത് എനിക്കിവിടെ ഈ വേദിയിലത് പറയാമോ എന്നറിയില്ല, പക്ഷെ പറയാതിരിക്കാനും പറ്റില്ല. ഒരു നർത്തകി എന്നുള്ള നിലയിൽ ഗാനയുടെ അച്ഛൻ ഇന്നലെ മരിച്ചു. കാരണം ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ഗ്രൂപ്പായിട്ട് പെർഫോം ചെയ്യേണ്ടതുകൊണ്ട് അത് ഇവിടെ അച്ഛനും ആഗ്രഹമുണ്ടായിരുന്നു. അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു സ്റ്റേജ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ കാരണം ഇന്നിവിടെ ചെയ്തിട്ട് ഇന്ന് രാത്രിയാണ് പോകാൻ. പിന്നെ ഞാൻ സിഡ്നിയിലാണ്, സിഡ്നി ഓസ്ട്രേലിയ. എൻ്റെ ഓൺലൈൻ സ്റ്റുഡൻ്റാണ്. ഒരുപാട് എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്ത് സമ്മിശ്ര കാര്യമാണ്. കാരണം നൃത്തത്തിന് ഇത്രയധികം പ്രാധാന്യം, ഞാൻ ഏറ്റെടുത്ത ഒരു കാര്യം ചെയ്യണം എന്നുള്ള പ്രാധാന്യം എൻ്റെ ഗുരുജി വെമ്പറ്റി ചിന്നസത്യം സാർ എന്നും പറയുമായിരുന്നു. ഒരു നർത്തകി ഒരു കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മുടെ ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിൽ എന്തെല്ലാം സംഭവിച്ചാലും നർത്തകിയുടെ ഉത്തരവാദിത്വം സ്റ്റേജിൽ നൃത്തം ചെയ്യുക, ഏറ്റെടുത്ത കാര്യം ചെയ്യുക എന്നുള്ളതാണ്. അത് ഇന്ന് പൂർണ്ണമായിട്ടും ഗാന എനിക്ക് തോന്നുന്നു ഒരാൾക്കും ചെയ്യാൻ പറ്റും. അഞ്ജുവും റാണിയും പാർവതിയുമാണ് എൻ്റെ ഓൺലൈൻ സ്റ്റുഡൻസ് എന്ന് ഇവരുടെ കൂടെ ചെയ്ത് ബാക്കിയുള്ളവരൊക്കെ എൻ്റെ ഡയറക്റ്റ് സ്റ്റുഡൻസ് ആണ്. അടുത്തത് പൂജ ചന്ദ്രശേഖർ, ഡോക്ടർ പൂജ ചന്ദ്രശേഖർ. പൂജയും കുറേ കാലങ്ങളായിട്ട് 10 വർഷത്തോളം കേട്ട് എൻ്റെ അടുത്ത് കുച്ചിപ്പുടി അഭ്യസിക്കുന്ന ആളാണ്. ഈ വലിപ്പമുള്ളത് ഭയങ്കര ചെറുതാണ്. പൂജ ഒരു ഹോമിയോ ഡോക്ടറാണ്. വളരെ നല്ലൊരു കഥകളി നർത്തകിയാണ്. ഇപ്പോൾ കുച്ചിപ്പുടി ഇങ്ങനെ ഒരു കച്ചേരി ചെയ്യാൻ പോകുന്ന പ്ലാൻ ചെയ്തിട്ട് കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് കഥകളി തൊടിയിച്ചിട്ടില്ല. അതിന് പൂജ എൻ്റെ കൂടെ നിന്നു. പൂജ ചന്ദ്രശേഖർ. സ്വാതി ഇവരിൽ
ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാൾ അമ്പിളിയും പിന്നെ സ്വാധീനമാണ്. പ്രായം കൊണ്ടല്ലാട്ടോ, പഠിക്കാൻ തുടങ്ങിയിട്ട് കുറേ അധികം കാലങ്ങളായി ഇവരെൻ്റെ അടുത്ത് പഠിക്കണം. ഇപ്പം ഞാനങ്ങോട്ട് ചോദിക്കാനുണ്ടായി, മക്കളെ നിങ്ങൾക്കൊരു വേദിയിൽ കയറണ്ടേന്ന്. അങ്ങനെ അപ്പോഴാണ് ഈ മക്കളെ എന്നോട് ഓക്കെ ടീച്ചറെ ചെയ്യാമെന്ന് പറഞ്ഞത്. അതുവരെ അവർ വെയിറ്റ് ചെയ്യണം, ഞാൻ പറയാൻ വേണ്ടി കാത്തു നിൽക്കുമായിരുന്നു. ഇതിൽ വലിയൊരു ഭാഗ്യം ഒരു ടീച്ചർക്ക് എന്താ വേണ്ടത്? കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, പഠിക്കാൻ തുടങ്ങുന്ന കൊണ്ട് ചേർക്കുമ്പോൾ എന്ന് അരങ്ങേറ്റം നടത്താൻ പറ്റുമെന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുക. ഈ കുഞ്ഞുങ്ങൾ ഇന്ന് വരെ എന്നോട് ചോദിച്ചിട്ടില്ല, ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടാനുണ്ടായത്. എൻ്റെ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം, എല്ലാ വർഷം അരങ്ങേറ്റം നടത്താറില്ല, അതിന് പാകമാകുമ്പോൾ മാത്രം നടത്താറുള്ളൂ. ഒരു 3 വർഷം മുമ്പ് ഇതേ വേദിയിൽ എൻ്റെ കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ അരങ്ങേറ്റം, ചെറിയ കുട്ടികളെന്ന് വെച്ചാൽ ഇവരെക്കാളും ജൂനിയറായിട്ടുള്ള കുട്ടികളുടെ പ്രായം കൊണ്ട് ജൂനിയറായിട്ടുള്ള കുട്ടികളുടെ അരങ്ങേറ്റം കഴിഞ്ഞു. ഇത് 3 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഇവർ വേദിയിൽ കയറുന്നത്. എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഇവരുടെ കൂടെ ഉണ്ടാവണം. ഇവരെ അഭ്യസിച്ച കല ലോക നന്മയ്ക്കായിട്ട് ഇവരുടെ സന്തോഷത്തിന് വേണ്ടിയും അതുവഴി മറ്റുള്ളവരുടെ സന്തോഷത്തിനും വേണ്ടി ഉപയോഗിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർക്കെല്ലാവർക്കും എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. കുറച്ച് നേരം കൂടെ എന്നോടൊന്ന് സഹകരിക്കണം. ഈ പക്കമേളം വായിച്ച ആളുകളെ ഒന്ന് ഫെലിസിറ്റേറ്റ് ചെയ്യുകയാണ് ജോലി. Arjun Khan, flute Srijat G. Kamal, Veena Sri Soundarraj, Light and Sound, Sri Sujit Mohan, Makeup, Sri Vijesh, Sri Vijesh, Sri Ajit, and Sri Suresh Lasya.